ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യു ആൻഡ് മൈ കിച്ചൻ ബേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കപ്പങ്ങ കൊണ്ടാണ്. കർമൂസ, പപ്പായ എന്നൊക്കെ പലരും ഓരോ പേരിൽ ഇതിന് പറയും. അപ്പോൾ ഈ കപ്പങ്ങ നമ്മൾ സാധാരണ തൊണ്ടെല്ലാം കളഞ്ഞ് പൊടിയായിട്ട് കുത്തി അരിഞ്ഞും ഒക്കെയാണ് നമ്മൾ തോരൻ വയ്ക്കുക. അതെല്ലാം ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ അരിഞ്ഞെടുത്ത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പൊടിയായിട്ട് ഈ കപ്പങ്ങ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ തേങ്ങയെല്ലാം ചിരണ്ടില്ലേ നമ്മൾ, അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പങ്ങയും ഉള്ളിൽ നിന്ന് ചിരവ് ഉപയോഗിച്ച് തന്നെ ചിരണ്ടി എടുക്കാം. നല്ല പൊടിയായിട്ട് കിട്ടും. കുഴഞ്ഞു പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ, കുഴയാതെ തന്നെ കിട്ടും. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് ചിരണ്ടിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. തൊണ്ടൊന്നും പൊട്ടില്ല, അല്ലാതെ തന്നെ നമുക്കിത് മുഴുവൻ ചിരണ്ടി എടുക്കാൻ സാധിക്കും. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനല്ലേ ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂട്ടുകാർക്കും വീട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ, നല്ല പൊടിയായിട്ട് വീഴുന്ന കണ്ടോ, ശരിക്കും തേങ്ങ പൊടി വീഴുന്ന പോലെ തന്നെയാണ് ഈ കപ്പങ്ങ വീഴുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തതിന് ശേഷം എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആ കപ്പങ്ങ മുഴുവനും ഞാൻ ഇതിലേക്ക് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് തേങ്ങയും അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും ജീരകവും ഒരു 1/4 ടീസ്പൂണിൽ താഴെ ജീരകം മതി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഈ തേങ്ങയെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചിരണ്ടി വെച്ചിരിക്കുന്ന കപ്പങ്ങയിലേക്കും സ്വല്പം ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് കപ്പങ്ങയിലേക്ക് ഇടാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് അരിയും വറ്റൽമുളകും കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് കരിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. നമ്മളുടെ ഈ കപ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വലിയിച്ച് എടുക്കാവുന്നതാണ്. നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതിന് മുമ്പ് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും വളരെ ടേസ്റ്റിയാണിത്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.